അതിന് നീലവനക്കാട് വരെ ഒന്ന് പോണം. നീലവനിക്കാടോ? അതെവിടെയാ? എനിക്കിന്ന് താണ്ടാൻ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ഇനിയും 5 മത്സരങ്ങൾ അവശേഷിക്കുന്നു ലീഗിൽ. കേരള ബ്ലാസ്റ്റേഴ്സ് അന്നും ഇന്നും എന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്, സമ്മോഹനമായ ISL കിരീടം. ആ പ്രയാണത്തിന്റെ അടുത്ത ഘട്ടമായ പ്ലേ ഓഫ്. എടാ കിച്ചു, എണീറ്റേ. സമയം എത്രയെന്നറിയാവോ? എണീറ്റേ. അവധിയല്ലേ? അത് ശരി, അവധിയാണെന്നും പറഞ്ഞ് 10 മണി വരെ കിടന്ന് ഉറങ്ങുവാണോ? ഓരോ വീട്ടിൽ ഈ സമയത്ത് പിള്ളേർ എന്തെല്ലാം ജോലികൾ ചെയ്യുന്നു. അതെങ്ങനെയാ? മൂത്തതിനെ കണ്ടല്ലേ ഇളയത് പഠിക്കുന്നത്. മൂത്തതാണെങ്കിൽ ക്യാമറയെന്നും പറഞ്ഞ് അങ്ങ് നടന്നോളൂ. നിർത്തുമോ? എടാ കിച്ചു, ഇന്ന് പഞ്ചായത്തിലേ വലിയൊരു സാറ് ക്ലാസ് എടുക്കാൻ വരുന്നുണ്ടേ. നീ അതൊന്ന് പോയി കേട്ടെ. പിന്നെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവിടെ വേറെ ക്ലാസ്. അമ്മയ്ക്കൊന്ന് ചുമ്മാ ഇരിക്കാൻ പറ്റൂ? അങ്ങനെ നിന്നോട് എല്ലാ ദിവസവും പോയി കേൾക്കാനാണോ ഞാൻ പറഞ്ഞത്? ഇന്ന് ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ. നിനക്ക് വേണേ പോയാൽ മതി. പോവാ. ചേട്ടാ. കിച്ചു, ചേട്ടാ ക്ലാസ്സിന് വന്നില്ലേ? അതെ, ക്ലാസ്സിന് വന്നേടാ. തുടങ്ങിയോ? തുടങ്ങിയിട്ട് കുറച്ചേ. ചെല്ലു നീ. അവള് പോയി. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അത്ര അങ്ങ് ചിന്തിച്ചാ മതി. അമ്മ, എന്നാടാ? എനിക്ക് പൂനെ എന്നുള്ളൊരു വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഓഫറുണ്ട്. ആണോ മോനെ? ആണോന്നോ? ഞാനന്ന് വയനാട് പോയപ്പോൾ എടുത്ത 3-4 ഫോട്ടോസ് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ ഒരു ജേണലിൽ ഫോട്ടോസ് കൊടുക്കാൻ എനിക്ക് അവസരം കിട്ടി. അതിന് നീലവനിക്കാട് വരെ ഒന്ന് പോകണം. നീലവനിക്കാടോ? അതെവിടെയാ? അത് ഈ തമിഴ്നാട് ബോർഡറിന് അപ്പുറത്താ. അമ്മ, അവധിയല്ലേ? ഞാനെന്നാ പോകുമ്പോൾ ഇവനെയും കൂടെ കൊണ്ടുപോയിക്കോട്ടെ. ഇവനെയോ? വേണ്ട വേണ്ട, തമിഴ്നാട് വരെയൊന്നും ഇവനെയൊന്നും കൊണ്ടുപോകണ്ട. അമ്മ അങ്ങനെ പറയല്ല അമ്മ. ഞാനിവിടെ അവധിക്ക് വെറുതെ ഇരിക്കുന്നതിൽ നല്ലല്ലേ ചേട്ടനൊരു സഹായാവുന്നു. അതെ, പ്ലീസ് അമ്മ. അവനൂടെ വരട്ടമ്മ. ആ ശരി ശരി, പോയിട്ട് വാ. പക്ഷെ ഒരു കാര്യം, നിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണമല്ലോ. ഓക്കെ. ഡബിൾ ഓക്കെ അമ്മ. എടാ മോനെ, ചങ്ങനാശ്ശേരിക്കുള്ള വണ്ടി പോയോ? ഞങ്ങൾ ഇനി ഒരു അരമണിക്കൂറായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. നീ ഒന്നെടുത്ത് വെച്ചേ. രാവിലെ വന്നിരിക്കാൻ തുടങ്ങിയതാ. എടാ, നല്ലൊരു വ്യൂ കിട്ടുന്നില്ലല്ലോടാ. ഞാൻ കുറച്ച് നോക്കാം. ഇത് മതിയോ? നോക്കട്ടെ. ലൈറ്റ് ആ കാണല്ലേ? ആ ഇത് മതി, ഇത് മതി. അങ്ങനെ നീലവനി എത്തി. ഇനി ഇവിടെ നിന്ന് 200 മീറ്റർ നടന്ന ഞാൻ പറഞ്ഞ സ്ഥലത്ത്. ഞാൻ മടുത്തു. എനിക്കിനി നടക്കാൻ വയ്യോ. എടാ, എന്നാലേ ഇന്ന് രാത്രിത്തിന് നമുക്കിവിടെ ഒരു ടെൻ്റ് അടിക്കാം. ശരി. എന്തൊരു തണുപ്പാ. എടാ, നിന്നെ അമ്മ വിളിച്ചായിരുന്നു? അതൊക്കെ ഞാൻ വിളിച്ച്. ഇവിടാണെ നെറ്റും ഇല്ല, റേഞ്ചും ഇല്ല. എന്നെ ഇടയ്ക്ക് വിളിച്ചായിരുന്നു. തോന്നി.
എന്തുവാടേ ഇത്? ഹൊറപ്പടത്തിന് സെറ്റിട്ട പോലുണ്ട്. എനിക്ക് പേടിയാവുന്നില്ലടാ. പിന്നില്ലാതെ. നാളെ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാം. എന്നാ വാ, നമുക്ക് പോയി കിടക്കാം. എടാ കിച്ചു, നിന്റെ പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ ആ ബ്രെഡ് എടുത്തു പോയി. ഞാൻ പോയി 1-2 ഫോട്ടോസ് കിട്ടുമോ നോക്കട്ടെ. പോയിട്ട് വാ. മൈ നെയിം ഈസ് വിഷ്ണു. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. എൻ്റെ പേര് വിഷ്ണു. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. കോട്ടയത്തു നിന്നാണ് വരുന്നത്. എനിക്ക് ഈ നീലവനിക്കാട്ടിൽ നല്ല നല്ല കുറച്ച് ഫോട്ടോസ് എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കുട്ടിയെ കണ്ടിട്ട് ഈ കാട്ടിലെ എല്ലാ വിവരങ്ങളും അറിയാവുന്ന ഒരാളാണെന്ന് തോന്നുന്നു. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് 1-2 സ്ഥലങ്ങൾ കാണിച്ചു തരുമോ ഫോട്ടോ എടുക്കാൻ പറ്റി? ബുദ്ധിമുട്ടാകും, എന്നാലും നിങ്ങളിവിടെ വരെ വന്നതല്ലേ, അടിവാരത്തിൻ്റെ അപ്പുറത്തുള്ള 2 കാഴ്ച കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണം എടുത്തോ. മതി, അത് മതി. തൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. എന്താ തൻ്റെ പേര്? കിച്ചു, 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 കിച്ചു. എടാ കിച്ചു, എടാ ഞാൻ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ ഒരു സ്ത്രീയെ കണ്ടു. പുള്ളിക്കാരത്തി എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റി കുറെ സ്ഥലവും കാണിച്ചു തന്നു. പക്ഷെ ഫോട്ടോ എടുത്തിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവര് പോയില്ലേ? നിനക്ക് വഴിയും തെറ്റി കാണും. വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് വെട്ടും കാണും. ഇവിടെ ഇരി, കുടി. ഇതാ പറയുന്നേ, എടുത്തിയാടിയൊന്നും ചെയ്യരുത്. വിവരമുള്ളവരോട് ചോദിച്ചിട്ടേ ചെയ്യാവൂ. നീ കണ്ട വെറു സ്ത്രീ അല്ലടാ, പിന്നെ ചെമ്പകം. നീലവനി ചെമ്പകം. ഞാൻ ഈ പഞ്ചായത്തിന്റെ ക്ലാസ്സിന് പോകുന്ന എന്തിനാന്ന് എന്റെ വിചാരം. ഒരു ദിവസം ഞാൻ ക്ലാസ്സിന് പോയപ്പോൾ അവിടുത്തെ ബിദിലാൽ സാറ് പറഞ്ഞതാ ഈ നീലവനി ചെമ്പകത്തെ കുറിച്ച്. പുള്ളി പറഞ്ഞനുസരിച്ച് ഈ കാട്ടിലെത്തുന്നവരൊക്കെ വഴിതെറ്റിക്കുന്നേ ഈ ചെമ്പകത്തിന്റെ ഒരു ഹോബിയാന്നേ. അങ്ങനാണേ ചേട്ടന്റെ ജീവൻ തിരിച്ചിട്ടേനെ എന്തോ മഹാഭാഗ്യം. പേടിപ്പിക്കാതിരടാ. ഞാൻ പറഞ്ഞതായി കുറ്റം. നീ എന്തൊക്കെ നടക്കുമെന്ന് തമ്പുരാൻ അറിയാം. ഗുഡ് മോർണിംഗ്. നിങ്ങളിൽ ആരൊക്കെ ഇല്യൂഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ഇല്യൂഷൻ എന്നാൽ മിഥ്യാധാരണ, ഇല്ലാത്തത് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ. ഉദാഹരണത്തിന്, ഒരു സൈനിക ക്യാമ്പിൽ ഒരു സൈനികൻ മറ്റുള്ളവരോട് എതിർ സൈന്യത്തിൻ്റെ വരവിനെക്കുറിച്ച് പറയുകയും അയാൾ പറയുന്നതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അവർ യുദ്ധത്തിൽ ജയിച്ചു. പിന്നീടാണ് അവർ മനസ്സിലാക്കുന്നത് ആ സൈനികൻ 2 ദിവസം മുമ്പേ ഹിമപാതത്തിൽ മരിച്ചിരുന്നു എന്നുള്ളത്. ഇതുപോലെയാണ് നീലവനിയിലെ കാട്ടുചെമ്പകവും. കാട്ടിലെത്തുന്നവരെ വഴിതെറ്റിക്കുക എന്നുള്ളത്
ചെമ്പകത്തിൻ്റെ ഒരു ഹോബിയാണ്. ആ രീതിയിൽ മരണപ്പെട്ടവരും ധാരാളമുണ്ട്. വാസ്തവത്തിൽ ചെമ്പകവും ഒരു ഇല്യൂഷൻ തന്നെയാണ്.